പാവം സീറ്റ് ബെൽറ്റ് മാറ്റി കാണിക്കാനുണ്ടായ ആ ഒരു മനസ്സ് ആരും കാണാതെ പോകരുത്. എല്ലാം എൻ്റെ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ്. ഈ സുധിച്ചേട്ടൻ കാരണം തന്നെയാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. എല്ലാം എൻ്റെ സുധിച്ചേട്ടനും മക്കൾക്കും വേണ്ടിയിട്ട്. എടാ, നിനക്കൊക്കെ നാണം ഉണ്ടോടാ ഇങ്ങനത്തെ കമന്റ് ഇടാൻ? പ്രതീഷ് എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് ആണ്. അവന് ഫാമിലി ഉള്ളതാണ്. അവരൊക്കെ ഇത് കാണത്തില്ലേ? നാണം കെട്ട നാറികളെ. നിനക്ക് അങ്ങനെ തന്നെ വിളിക്കാം. എന്തൊക്കെ കാണണമല്ലേ ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ രേണു ചെയ്തു വെക്കുന്ന ഓരോ പ്രവർത്തികൾ അത് ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ അതിരുവിട്ട് പൊക്കോണ്ടിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും പറയണ്ട, വിമർശിക്കണ്ട, അല്ലെങ്കിൽ ട്രോളണ്ട എന്നൊക്കെ നമുക്ക് ചില സമയത്ത് തോന്നും. പക്ഷെ ചില സമയത്ത് എന്നെ ട്രോൾ ചെയ്യേ പറ്റത്തുള്ളൂ എന്നുള്ള മട്ടിലാണ് രേണു ചെയ്തു വെക്കുന്ന ഓരോ പ്രവർത്തികൾ എന്ന് പറയുന്നത്. എന്ത് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞാൽ. രേണു അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തിരുന്ന വീഡിയോസ്, ആ വീഡിയോസിന് താഴെ വരുന്ന കമന്റുകൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്ക് രേണുവിനെ അങ്ങേയറ്റം ട്രോളുന്നതും അതോടൊപ്പം തന്നെ രേണുവിന് എഗെയിൻസ്റ്റ് ആയിട്ടും പലതരത്തിൽ പച്ച തെറികളൊക്കെ തന്നെ ഉൾപ്പെടുന്ന രീതിയിലുള്ള കമന്റുകൾ ഒരുപാടുണ്ട് അതിൻ്റെ അകത്ത്. ഇതില് രേണു ഇപ്പൊ ഈ ചെയ്തിട്ട ഈ ഒരു വീഡിയോയ്ക്ക് തന്നെ രേണുവിന്റെ കമന്റ് ബോക്സ് രേണു ഓഫ് ചെയ്തിട്ടേക്കുകയാണ്. കാരണം എന്താണ്? അതുപോലുള്ള കമന്റുകളായിരിക്കും അതിൻ്റെ അകത്ത് വന്നത്. അല്ലെങ്കിൽ പിന്നെ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിടേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അതോടൊപ്പം തന്നെ പല സ്ത്രീകളും ഇപ്പൊ രംഗത്തെത്തിയിരിക്കുകയാണ് ഈ രേണുവിന്റെ ഈ ഒരു പ്രവർത്തികൾ കാരണം രേണുവിനെതിരെ സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഒരു വീഡിയോ അടക്കം തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും രേണു ചെയ്യുന്ന പ്രവർത്തികൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് രേണു തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ രേണുവിനെതിരെ പറയുമ്പോഴത്തേക്കും രേണുവിന് അത് നല്ല രീതിയിൽ കൊള്ളുന്നുണ്ട്. അതോടൊപ്പം തന്നെ രേണു അതിന് റിയാക്ട് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്. ആ റിയാക്ഷനാണ് നമ്മൾ നേരത്തെ കണ്ടതെന്ന് പറയുന്നത്. ഇതുപോലുള്ള കുറെ അധികം, കാരണം രേണുവിന് നിയന്ത്രണം വിട്ടുപോയി കഴിഞ്ഞാൽ രേണു എന്ത് സംസാരിക്കും എന്നുള്ളത് രേണുവിന് ഒരു പിടുത്തമില്ല എന്നുള്ളത് രേണു തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ രേണു സംസാരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ രേണു ചെയ്ത ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരാളുടെ കമന്റിന് രേണു ചെയ്ത ഒരു റിയാക്ഷൻ വീഡിയോ ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു തരം റിയാക്ഷൻ വീഡിയോ ആയിപ്പോയി അതെന്നുള്ളത് എടുത്തു പറയുന്നത്. കാരണം അത്രയ്ക്കും അലമ്പ് റിയാക്ഷനാണ് രേണു അതിൻ്റെ അത് ചെയ്തു വെച്ചതെന്ന്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരാണ് പ്രതികരിക്കാതിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. രേണു ചെയ്തിടുന്നതൊക്കെ പബ്ലിക്കായിട്ട് നാട്ടുകാർ കാണാൻ വേണ്ടിയിട്ടല്ലേ, അല്ലാതെ രേണു പ്രൈവറ്റ് ആയിട്ട് ഇട്ടേക്കുന്ന അക്കൗണ്ടോ കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇതൊക്കെ രേണു ചെയ്യുന്നത് എന്തിനാണ്? പബ്ലിക്കായിട്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നാട്ടുകാർ കണ്ടത് പ്രതികരിക്കുന്നത് കൊണ്ട് എന്താണ് അവിടെ തെറ്റിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവിടെ പ്രശ്നം ഇരിക്കുന്നത്? നാട്ടുകാർ കാണിക്കുക ഈ പറയുന്ന രീതിയിൽ വീഡിയോസ് എടുത്ത് രേണു ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നു, അതിനെതിരെ നാട്ടുകാർ പ്രതികരിക്കുന്നു. അതിനെ കുറ്റം പറഞ്ഞിട്ടോ അത് വലിയ അപരാധമായി പോയി എന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. ചെയ്യുന്ന പ്രവർത്തിക്കനുസരിച്ചായിരിക്കും തിരിച്ചു കിട്ടുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. സത്യത്തിൽ രേണു ഇപ്പോൾ ഈയിടെ ആയിട്ട് പല രീതിയിൽ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് എന്നുള്ളത് പലതും കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നിലത്തുമല്ല ആകാശത്തുമല്ലാത്ത രീതിയിലൊക്കെയാണ് രേണു ഇപ്പോൾ ചെയ്തു വെക്കുന്ന ഓരോ പ്രവർത്തികൾ എന്ന് പറയുന്നത്. ഇവിടെ രേണു മാത്രമല്ല, പലരും രേണുവിനെ പോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത തരത്തിലുള്ള പരിപാടികളൊക്കെയാണ് രേണു ചെയ്തു വെക്കുന്നതെന്ന് പറയുന്നത്. കാരണം ഞാനിത് ചെയ്യുന്നത് കണ്ട് എന്നെ വിമർശിക്കണം, എന്നെ ട്രോളണം, എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് രേണുവിന് നല്ല കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയും രേണു അത് മനസ്സിലാക്കി തന്നെയാണ് ഓരോ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കുറച്ചൊക്കെ ഒന്ന് പരിധിയാവാം എന്ത് കാര്യത്തിനായാലും. ഇത് പരിധി വിട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങളാവുമ്പോഴത്തേക്കും കാണുന്ന വ്യക്തികൾ, ഇപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ രേണുവിനെതിരെ നല്ല രീതിക്ക് പ്രതികരിക്കുന്നുണ്ട്. പച്ചത്തെറികൾ പോലും വിളിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ രേണു എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ആ ലിമിറ്റ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കാണല്ലോ ആളുകൾ കാണുമ്പോഴത്തേക്കും ഒരു വെറുപ്പ് തോന്നുന്നത്. അയ്യ ഇത് എന്തോന്ന് എന്ന് തോന്നിപ്പോകുന്ന ഘട്ടത്തിലേക്ക് കാര്യം എത്തുന്നത്. ആ ഒരു ഘട്ടത്തിലേക്കാണ് രേണു ഇപ്പോൾ കാര്യങ്ങൾ എത്തിക്കുന്നതെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ രേണുവിന്റെ ചില റിയാക്ഷൻസ്, ഈ പറയുന്ന രീതിയിൽ ചില കമന്റുകളൊക്കെ എടുത്തുകൊണ്ട് രേണു പ്രതികരിക്കുന്ന രീതി, ആ രീതിയിൽ തന്നെയും പല രീതിയിലുള്ള മിസ്റ്റേക്കുകളുണ്ട്. അല്ലെങ്കിൽ രേണു സത്യത്തിൽ ഈ പറയുന്ന രീതിയിൽ കമന്റുകൾക്കൊന്നും തന്നെ പ്രതികരിക്കാതിരിക്കുന്നതായിരിക്കും ഒരു പരിധി വരെ നല്ലതെന്ന് പറയുന്നത്. കാരണം അങ്ങനെ കമന്റുകൾക്ക് എല്ലാം റിയാക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും രണ്ടും കമന്റുകളൊന്നും അല്ലല്ലോ, കുമിഞ്ഞു കൂടി ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സുകൾ പല രീതിയിൽ ഇങ്ങനെ വന്ന് കിടക്കുകയില്ല. എല്ലാത്തിനും റിയാക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടു പോകത്തേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങളത് ഇഗ്നോർ ചെയ്യണം, അല്ലെങ്കിൽ കൊടുക്കുന്ന റിപ്ലൈ അതിന് പാകവണ്ണമാകണം. ഇത് ഒരുത്തൻ എന്തെങ്കിലും അപരാധ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് റിയാക്ട് ചെയ്യുന്ന രീതി അതിൻ്റെന്നും കൂടിയ രീതിയിലാണ് രേണു തിരിച്ച് റിയാക്ഷൻ ഇട്ട് അതിനെ പൊലിപ്പിക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും കൊള്ളാം. ഇത് എവിടം വരെ ചെന്ന് എത്തുമെന്നുള്ളതും രേണുവിന്റെ ഉദ്ദേശം ഏതുവരെ സക്സസ് ആവുമെന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാനേ.